ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. എല്ലാവർക്കും സന്തോഷമാണോ? വലിയ നോമ്പിൻ്റെ 2ാം ആഴ്ചയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ഓർമ്മപ്പെടുത്തുന്നതും, മകനെ മകളെ, ദൈവത്തിൻ്റെ സ്നേഹം ഇല്ലായെങ്കിൽ നാം മുഴങ്ങുന്ന ചേങ്ങല പോലെയാണ് എന്ന 1 കൊരിന്ത്യർ 13 നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു രാജ്യത്തേക്ക് നമ്മൾ പോകണമെങ്കിൽ പാസ്പോർട്ട് ആവശ്യമാണ്. എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ടാണ് സ്നേഹത്തിൻ്റെ വിത്ത് പാകുക എന്നത്. അതുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്കുള്ള പാസ്പോർട്ടാണ് ദൈവസ്നേഹം. ആ സ്നേഹത്തിൽ നമ്മൾ നിറയാൻ വേണ്ടി, ഈ ഒരു പുണ്യം കൊണ്ട് നിറയാൻ വേണ്ടി ഈ നോമ്പിൻ്റെ ദിനങ്ങൾ നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മളൊക്കെ പലതരത്തിൽ മക്കളോടും ജീവിത പങ്കാളിയോടും ഒക്കെ ദേഷ്യപ്പെടുന്നവരാണ്. ഈ ദേഷ്യം മുഖാന്തരം പലപ്പോഴും വിദ്വേഷത്തിൻ്റെ വേര് വളരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പറയുകയാണ്, ഭയങ്കര ദേഷ്യമാണ് അച്ഛാ, ദേഷ്യത്തിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് എബ്രായർ 12 14 15 തിരുവചനം പറയുകയാണ്, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവാൻ. അതുകൊണ്ട് വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ആ പരിശുദ്ധാത്മാവ് നമ്മളെ സ്നേഹാഗ്നി ജ്വാല കൊണ്ട് നിറയ്ക്കുവാൻ നമുക്ക് ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.